അവസാന സമയത്ത് റസൂലുള്ള ചില ഉപദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് നെഞ്ചിലേറ്റാം. അതാണ് നമ്മുടെ റസൂലിനോടുള്ള മഹബത്ത്. നമുക്ക് ആ വസിയ്യത്ത് സ്വീകരിക്കാം, അത് നടപ്പിലാക്കാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ. അതാണ് റസൂലിനോടൊപ്പം സ്വർഗത്തിൽ അയൽവാസിയായി, ആ നബിയുടെ സഹവാസിയായി നമുക്ക് ജീവിക്കാൻ അള്ളാഹ് അവസരം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വസിയ്യത്ത് നമുക്ക് നെഞ്ചിലേറ്റാം. ഒന്ന് നിസ്കാരത്തിന്റെ കാര്യം തന്നെയാണ്. എന്ത് വന്നാലും നിസ്കാരം സമയം തെറ്റിക്കരുത്. ജമാഅത്ത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവസാന സമയത്ത് തന്നെ നിസ്കാരം കൃത്യമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും മരിക്കുന്ന സമയത്ത് ഇസ്ലാമിക ചരിത്രം പറഞ്ഞു നോക്കൂ. സക്കറാത്തിന്റെ സമയത്ത് മരണത്തെക്കുറിച്ച് മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ വെച്ച് നമുക്ക് ഉപദേശം നബിതങ്ങളിൽ നിന്ന് മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. കുത്തേറ്റ് അടിവയറ് മുറിഞ്ഞ് കുടൽമാലകൾ പുറത്തു ചാടി രക്തത്തിൽ കുളിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം എന്തു ചെയ്തു? എന്തായി നിസ്കാരത്തിന്റെ കാര്യം? നിസ്കാരം പൂർത്തിയാക്കിയോ? സുബഹി നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ കുത്തേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ മിഹ്റാബിൽ നമ്മളോട് ഓതിയത് നിസ്കാരത്തിന്റെ കാര്യമാണ്. വലിയ പ്രാധാന്യമാണ് നമ്മുടെ ദീനിൽ നമസ്കാരത്തിന്. നമുക്ക് 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരാകാം. അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കീഴിൽ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന പണിക്കാരുണ്ടോ? നിങ്ങൾ മുതലാളിമാരാണോ? നിങ്ങൾ നേതാക്കന്മാരാണോ? നിങ്ങളുടെ കീഴിൽ തൊഴിലാളികളുണ്ടോ? വിയർപ്പൊട്ടുന്നതിന് മുമ്പ്, വിയർപ്പാറുന്നതിന് മുമ്പ് അവർക്ക് കൂലി കൊടുക്കണം. അവരോട് മാന്യമായി പെരുമാറണം. അകാരണമായി ആരോടും സംസാരിക്കുകയോ ആരോടും പെരുമാറുകയോ ചെയ്യാൻ പാടില്ല. പലപ്പോഴും പള്ളികളിലൊക്കെ നമുക്ക് നല്ല സ്വഭാവമാണ്. പള്ളികളിലൊക്കെ എല്ലാവരോടും നല്ല ഇടപാട് ബന്ധാണ്. നമ്മളെ ശമ്പളം വാങ്ങി നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മുടെ കീഴിലുള്ളവരോട് നമ്മുടെ പെരുമാറ്റം എന്ത് പഠിക്കണം? നമ്മൾ എന്ത് പെരുമാറ്റമാണ്? അവരോട് എങ്ങനെയാണ് വർത്താനം പറയല്? അവരോട് എങ്ങനെയാണ് ഇടപെടല്? അവരുടെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കല്? അതെ, എന്തെങ്കിലും ഒരു അനീതി തന്റെ കീഴിൽ പണിയെടുക്കുന്നവരോട് നീ ചെയ്താൽ മരണക്കിടക്കയിൽ നിന്റെ റസൂൽ നിന്നോട് ഓതിയ വസിയ്യത്താണ്. പ്രവാചകന് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ പറയണം, രാവും പകലും നബിയുടെ കൂടെ, രഹസ്യത്തിലും പരസ്യത്തിലും നബിയുടെ കൂടെ, നബിയുടെ നിഴലായി ജീവിക്കുകയാണ്. എന്നിട്ട് മരിച്ച് 3 പിടി മണ്ണും ആ ദേഹത്ത് വാരിയിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോകുമ്പോ പറഞ്ഞെന്തറിയോ? ഈ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് എന്റെ റസൂല് എന്റെ അനസ് നീ അത് ചെയ്തത്, എന്റെ അനസ് നീ അത് ചെയ്യാത്തത് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഇത്ര മാന്യമായി എന്നോട് പെരുമാറിയ യതീമായ അനസ് ഇബ്നു മാലിക്, യതീമായ അനസ് ഇബ്നു മാലിക് ആണ് പറഞ്ഞത്, ഒരിക്കൽ പോലും എന്നോട് ഒരു മോശമായ പെരുമാറ്റം ഈ റസൂലിൽ നിന്ന് കണ്ടിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ റസൂല് വസിയ്യത്ത് തന്നിട്ടുണ്ട്, കീഴിലുള്ളവരോട് മാന്യമായി പെരുമാറണം എന്ന്. ആ മരണക്കിടക്കയിൽ റസൂലുള്ള നമ്മളോട് ഓതിയ മറ്റൊരു വസിയ്യത്ത്, നിങ്ങൾ ആരും മരിക്കാൻ ഇടവരരുത്. റബ്ബിനെ കുറിച്ച് നല്ല വിചാരത്തോടു കൂടിയല്ലാതെ മരിക്കുമ്പോ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തോടെ മരിക്കണം. അള്ളാഹ് എനിക്ക് പുറത്തു തരും, അള്ളാഹ് എന്നോട് കരുണ കാണിക്കും, അള്ളാഹ് എനിക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം തരും. അതെ, അള്ളാഹിനെ കുറിച്ച് സദ്വിചാരത്തോടെ അല്ലാതെ നിങ്ങൾ ആരും മരിക്കാൻ ഇടവരരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തറിയോ? നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നോ അങ്ങനെയാണ് അള്ളാഹു നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത്. لا يموتن أحدكم إلا وهو يحسن الظن بالله عز وجل. അള്ളാഹിനെ കുറിച്ച് സദ്വിചാരത്തോടെ അല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാണ്, എപ്പോഴും നല്ല പ്രതീക്ഷ ഉണ്ടാണ് അള്ളാഹിനെ കുറിച്ച് നമുക്ക്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നീട് ആ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ സമയം പ്രവാചകൻ ആ മിസ്വാക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? പല്ല് തേക്കണം നബിയെ. റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. സംസാരിക്കാൻ കഴിയുന്നില്ല, ശബ്ദം പുറത്തു വരുന്നില്ല. അത്രയും ക്ഷീണിതനാണ് നമ്മുടെ പ്രവാചകൻ. ആ മിസ്വാക്ക് വാങ്ങി തന്റെ വായിലിട്ട് ചവച്ച് അല്പം അതിനെ മിനുസപ്പെടുത്തി പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതിനുശേഷം റസൂലുള്ളാഹി വീണ്ടും ഒരു വസിയ്യത്ത് പറഞ്ഞു. ആ വസിയ്യത്ത് നമുക്ക് നെഞ്ചിലേറ്റാം. റസൂലുള്ളാഹി പറഞ്ഞു, ലഅനത്തുല്ലാഹി
അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിക്കട്ടെ. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ശരീരങ്ങളെ, പ്രവാചകന്മാരെ, അമ്പിയാക്കളെ, അവരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, ശവകുടീരങ്ങളാക്കി, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി അമ്പിയാക്കളെ, മഖ്ബറകളെ മാറ്റിയത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അള്ളാന്റെ ശാപത്തിന് കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഖബറിനെ അങ്ങനെ ആക്കരുത്, നിങ്ങൾ അതിനെ വിട്ടു നിൽക്കണം, ഞാൻ നിങ്ങൾക്ക് അതിന് വിലക്കുന്നു, വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമുക്ക് ഖബറുകളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കാൻ പാടില്ല, ഖബറുകളിൽ ഖുർആൻ ഓത്തില്ല, ഖബറുകളിൽ ഇബാദത്തില്ല. അതേ ഖബറുകളിൽ നമുക്കൊന്നും പാടില്ല. പ്രവാചകൻ അങ്ങനെ നമ്മളോട് പറഞ്ഞത്, നിങ്ങളെ വീട് പോലെ ഖബർ ഖബർ പോലെ നിങ്ങളെ വീടുകൾ നിങ്ങളാക്കാൻ പാടില്ല, ഖബർ പോലെ വീടാക്കാൻ പാടില്ല. വീട്ടിൽ സുന്നത്ത് നിസ്കാരമുണ്ട്, വീട്ടിൽ ഖുർആൻ ഓത്തുണ്ട്, ഖബറിൽ ഒന്നുമില്ല. അതുപോലെ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ആക്കരുത് എന്ന് റസൂൽ നമ്മളോട് പറയുമ്പോൾ ഈ വസിയത്തൊക്കെ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിയണം.